ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് MDT ഇവിടെ മറ്റൊരു സോളോ നൈറ്റ് എഡിഷൻ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാം, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. എങ്ങനെ വളരെ എളുപ്പത്തിൽ എന്നല്ല, കുറച്ച് ഗൈഡ് ലൈൻസ്, കുറച്ച് പോയിന്റ്സ്, എങ്ങനെ മദ്യപാനം നിർത്താം നിങ്ങൾക്ക് സ്വയം അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണലിന്റെ സഹായം തേടിക്കൊണ്ട് അതിനുള്ള കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഞാൻ തരുന്നത്. സോ ദാറ്റ്സ് എ കണ്ടന്റ് ആൻഡ് ദാറ്റ്സ് എ ടോപ്പിക്, ഹൗ ടു ക്വിറ്റ് ഡ്രിങ്കിങ്. ഒരേ ദിവസം ഒരേ വീഡിയോയിൽ തന്നെ 3 ഫ്ലേവേർഡ് വാട്ടർ കഴിക്കാനുള്ള 3 സെഗ്മെന്റുകളിൽ 3 ഹോട്ടലുകൾ, ഒരേ ഹോട്ടലിന്റെ തന്നെ 3 ഗ്രേഡുകളിൽ നമ്മൾ ഇന്ന് കയറും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പക്ഷെ അത് എത്രത്തോളം റിയാലിറ്റി ആകും എന്നുള്ള കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം അതിനകത്ത് ഒരു സെഗ്മെന്റിൽ ഇത്തിരി റഷ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് കണ്ടന്റിൽ വരുന്ന സാധനമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ആ ഒരു ഡിവിഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതെ, ഇനി ഇവിടുന്നാണ് ഇന്നത്തെ അംഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൂടെ ആൾക്കാർക്ക് ഈസി ആയിട്ട് താഴോട്ട് വിടാം കേട്ടോ. നല്ല ഈ ഇവിടുത്തെ ഗ്രില്ല് ഒടിഞ്ഞു പോയതാന്ന് തോന്നുന്നു. സംഭവം വളരെ റിസ്ക് ആണ്, പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ കീഴെ ഇരിക്കുമ്പോൾ. ഇതിന്റെയൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് ആൾക്കാരെ കയറി വരുമ്പോൾ ഇത് ഓൾറെഡി തന്നെ ഇത് ഭയങ്കര ഇളക്കമാണ്. ഇതിന് ഈ ഓളം വരുന്നതനുസരിച്ച് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് കാരണം നല്ല റിസ്ക് ആണ്. ഇവിടുന്ന് വന്നത് ഇവിടം വരെ ഇങ്ങനെ പിടിച്ച് വരും. എന്നിട്ട് ഇവിടെ പിടുത്തം കിട്ടാതെ വരുമ്പോൾ നേരെ അങ്ങോട്ട് വീടാനുള്ളൊരു പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. മറ്റേതിവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. കായലിൽ കിടക്കുന്ന കണ്ട പാവങ്ങൾ വയനാട്ടിൽ എന്തോരം ദുരിതങ്ങൾ അനുഭവിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം കണ്ട് ആസ്വദിക്കുന്നു. നമ്മ അകത്തേക്ക് പോവുകയാണ് മക്കളെ. ഇത് റിസ്ക് ആണ് കേട്ടോ. തെന്നി കിടക്കണം. ഇപ്പൊ അടിച്ചതല്ലേ കിടക്കണ്ടായിരുന്നു. ഹൈ റിസ്ക്. ഇവന്മാരേതാണ് ഈ ബേട്ടാബളിയന്മാര്. എന്താണ് മക്കളെ? വേണ്ട അവിടെ നിന്ന് ഞാൻ പോവാ. നമ്മുടെ പരിപാടി ഇതിനകത്താണ്. അപ്പൊ ചേട്ടാ, അപ്പൊ ഇന്നും നിങ്ങളെ വെറുപ്പിക്കുന്ന ഒരു ടോപ്പിക്കും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് മദ്യപാനം എങ്ങനെ നിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഞങ്ങൾക്ക് നിങ്ങളുടെ കട പൊട്ടിക്കുന്ന പരിപാടിയാണ്. അതെ, ഇതിനേക്കാളും നല്ല സ്ഥലം വേറെ ഇല്ലല്ലോ അല്ലെ? അപ്പോൾ അത് നിങ്ങൾക്ക് ബാധകമല്ലോ. കുടിക്കേണ്ടവൻ എങ്ങനെയാളും കുടിക്കും. അതിനകത്തൊന്നും എത്ര കാര്യം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്കിതിൽ നല്ല വൈറ്റ് ഫ്ലേവേർഡ് വാട്ടർ വേണം. മാംഗോ വേണ്ട, നല്ല മൂഡ് വേണം. ആയിക്കോട്ടെ, ഒരു മൂഡ് മേക്കർ ഒരു 60. ഇതൊക്കെ ഇപ്പൊ കയറ്റി ഇവിടെ LED ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ എങ്ങനെ മദ്യപാനം കുറയ്ക്കാം അല്ലെങ്കിൽ നിർത്താം, അൾട്ടിമേറ്റ് ആയിട്ട് നിർത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം നോ യുവർ വൈ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. നിങ്ങളെ തന്നെ സ്വയമേ അത് ബോധിപ്പിച്ചെടുക്കുക. മനസ്സിലായോ? എന്തിനു വേണ്ടി? സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ മദ്യപിക്കുന്നവരായാലും എന്തിനു വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, ഞാൻ ഇനി പോലും മദ്യപിക്കുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എന്തുകൊണ്ട് കൈക്കൊണ്ടു എന്നത് നിങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞ് അത് ഒരു സ്ഥലത്ത് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലത്ത്, ഈവൻ നിങ്ങളുടെ റൂം ആയിരിക്കാം, അവിടെ ജസ്റ്റ് ഒന്ന് വിസിബിൾ ആക്കി ഒന്ന് കാണിക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും അതിനോട് ഒരു ശ്രദ്ധ ഉണ്ടാകും. അത് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിച്ചുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നോട്ട് ദി പോസിറ്റീവ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കണം. അതായത് നിങ്ങൾ മദ്യപാനം നിർത്തുന്നു,
അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തു, അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് അത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്സ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അത് വളരെയധികം വൈറ്റലാണ് നിങ്ങളുടെ ഫർദർ ജേർണിയിലേക്ക്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണത്, ആ ഒരു റെഫറൻസ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നത് ക്ലിയർ സ്കിൻ, അതുപോലെ തന്നെ ബെറ്റർ സ്ലീപ്പ്, പിന്നെ അതുപോലെ തന്നെ ഓവറോൾ നിങ്ങൾ നല്ലൊരു മൂഡായിരിക്കും. ഇതിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്നു. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫർദർ ആയിട്ടുള്ള ആ ഒരു ജേർണിയിൽ അത് വളരെയധികം വൈറ്റലാണ്. അതായത് അണ്ടർസ്റ്റാൻഡ് യുവർ ഡീറ്റോക്സ്. അതായത് നിങ്ങളിപ്പോ മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ നിങ്ങളുടെ ബോഡി അതിനെ നല്ലപോലെ റിയാക്ട് ചെയ്യും, റെഫ്യൂസ് ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും. അതായത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ടു ബി ആൻഷ്യസ്, റെസ്റ്റ്ലെസ്, അങ്ങനെ പല കാര്യങ്ങളാണ്, തലവേദന, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും പെട്ടെന്ന് ഒരു തവണ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. പക്ഷെ അതെല്ലാം ക്വൈറ്റ് നാച്ചുറൽ ആണ്. അതെല്ലാം ഒരു 5 ദിവസം 7 ദിവസം അല്ല മാക്സിമം പോയ 2 ആഴ്ചക്കകം അതെല്ലാം സബ്സൈഡ് ആവും, നോർമൽ ആകും. ഞാൻ ഈ പറയുന്നത് ഒരു ഹെവി ഡ്രിങ്കറിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. പക്ഷെ എപ്പോഴും ഇതൊരു മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉണർത്തിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീൽസ്, ഐ മീൻ സിംറ്റംസ് എന്ന് പറയുമ്പോൾ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ വിഷന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനടി തന്നെ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, വേണ്ട പ്രിക്കോഷൻസ് ചൂസ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെറും ഇറ്റ്സ് ഓൾ കംപ്ലീറ്റ്ലി ഫ്രം ദ റെഫറൻസ് ഓഫ് ഗൂഗിൾ. ആരും ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദീസ് ആർ ജസ്റ്റ് സിമ്പിൾ ടിപ്സ് വിച്ച് യു ക്യാൻ ഡു ബൈ യുവർ സെൽഫ്. അതുകൊണ്ട് തന്നെ അത് ആ പോസിറ്റീവ് സെൻസിൽ മാത്രമേ എടുക്കാവുള്ളൂ. പക്ഷെ എപ്പോഴും ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ സൂപ്പർവിഷനിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു 3 phase വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഈസ് കംപ്ലീറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. അത് മറ്റെവിടെയും പോകണ്ട, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം നമ്മളൊന്ന് പോകും. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് ഇതേവരെ ഇതിന്റെ പേര് ഇത്രയും കൊല്ലമായിട്ട് ഇവരുടെ പേര് ഞാൻ അറിഞ്ഞിരുന്നില്ല, ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇന്ന് എന്തുകൊണ്ടും ടെക്സ് ആൻഡ് പൈൻസിൽ പോയി സാഹചര്യം നോക്കി നമുക്കൊരു പോയിന്റ് പറഞ്ഞിട്ടെങ്കിൽ പോരാം. അതിനുശേഷം നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തുവാണ്, ആരും ഒന്നും തോന്നരുത്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഫോളോ എ ഗൈഡ് ലൈൻ. അതായത് നിങ്ങൾ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക, അപ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ച് റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, നമ്മൾക്ക് ഒരിക്കലും അത് ഒരു സ്വിച്ച് ഇട്ട പോലെ നിർത്താൻ സാധിക്കത്തില്ല. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എല്ലായ്പ്പോഴും നമുക്കറിയാം, വളരെ എമൗണ്ടും ക്വാണ്ടിറ്റി കുറച്ച് മാത്രം. പിന്നെ ആഴ്ചയിൽ ഇത്രയും കഴിക്കുക, അതിനുശേഷം കുറയ്ക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കുറച്ച് കൊണ്ടുവരിക. അതാണ് ഏറ്റവും മെയിൻ തിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റുന്ന കാര്യമല്ലത്.
ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യമാണ്, കൈവശം അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം കയ്യിൽ. അതായത് നമുക്കറിയാം, നമുക്ക് കൂട്ടുകാരുണ്ട്, കൂട്ടുകെട്ടുണ്ട്, പൊതു സോഷ്യൽ കാര്യങ്ങളൊക്കെ പലതും ഉണ്ടാവും, ഈവൻ ഫങ്ഷൻസും അതെല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ട്, നമ്മുടെ വീണ്ടും മദ്യപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊരു റെഡി ആൻസർ ഉണ്ടായിരിക്കണം എപ്പോഴും കയ്യിൽ. നോ താങ്ക് യു, അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ചോദ്യം, ഒരു ആൻസർ ഉണ്ടായിരിക്കണം ഓൾവേസ് ഇൻ അവർ സെൽഫ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോകുമ്പോൾ, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലോട്ട് വീണ്ടും അതിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ എപ്പോഴും നിങ്ങളുടെ കൈവശം ഒരു ആൻസർ ഉണ്ടായിരിക്കണം, നോ താങ്ക് യു. അങ്ങനെ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഇനി നമ്മുടെ ദ റിയൽ ഡീൽ, നമ്മുടെ താവളത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെയാണ് ബാക്കി അംഗം. ലെറ്റ്സ് ഗോ ഗായ്സ്. എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതായത് MD ഇതെന്താ ഇങ്ങനെ, മദ്യം നിർത്തുന്നതിനെ കുറിച്ച് മദ്യം കഴിച്ചുകൊണ്ടാണോ ഈ പറയേണ്ടത്? അതിലകത്തൊരു തെറ്റില്ലേ, ഒരു നെഗറ്റീവ് ആസ്പെക്ട് ഇല്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന്റെ പ്യൂർനെസ്സും അതിന്റെ ജെനുവിനെസും മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെ നല്ലത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമുക്കുണ്ടെന്നറിയാം. എന്റെ ഒരുപാട് ബ്രദേഴ്സ് എനിക്കുണ്ടെന്നറിയാം. അത് മതി എനിക്ക് ആരും ബോധിപ്പിക്കാനല്ല ഞാൻ ഒന്നും ചെയ്യുന്നു. ഞാൻ പറയുന്നതിലും ഞാൻ ചെയ്യുന്നതിലും നന്മ മാത്രം എടുക്കുക. നമ്മൾ പുതിയ ഒരു ലൊക്കേഷനിലെത്തി, നമ്മുടെ സ്ഥിരം ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത പോയിന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പിൻ പോയിന്റ് യുവർ ട്രിഗേഴ്സ്. അതെ, നിങ്ങൾക്ക് മദ്യാസക്തി അല്ലെങ്കിൽ മദ്യം കഴിക്കണം, മദ്യം കുടിക്കണം, വെള്ളം അടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഉണർത്തിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാറിന്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ വെള്ളം അടിക്കണം തോന്നും എന്ന് കരുതി ബാർ ഇല്ലാത്ത ഫീൽഡിൽ കൂടെ നടക്കണം അല്ലെങ്കിൽ അവിടെ കൂടെ യാത്ര ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഇടപഴകുന്ന ആൾക്കാർ മനസ്സിലായി കാണുമല്ലോ, ചില വ്യക്തികൾ, നമ്മളിപ്പോ ഒരു വളരെ ജീവിതത്തിലെ, അതായത് ഒരു കുടിയനായി മാറിക്കഴിഞ്ഞിട്ട്, ഒരു ആൽക്കഹോളിക് ആയി മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ അതാണ്. അതെങ്ങനെയെങ്കിലും ഏത് വില കൊടുത്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കിയിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിൻ പോയിന്റ് ടു ട്രിഗേഴ്സ്. അതായത് നമ്മൾ ഏതൊക്കെ കൂട്ടുകെട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക, അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുക. കാരണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മദ്യപാനം നിർത്തുക എന്നുള്ളതായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് ആദ്യമേ കണ്ടെത്തുക, അതിനുശേഷം അത് ഒഴിവാക്കുക. It's actually one of the most important aspect in the way of quitting drinking. അതായത് നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തു, നിങ്ങൾ ആൽക്കഹോളിസം നിർത്തുകയാണ്, മദ്യപാനം നിർത്തുകയാണ് എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനോടായാലും നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരോടായാലും നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട്, ജോമനെ എടാ ഇതൊന്ന് മൂപ്പിച്ചോണ്ട് വരാമോ, ഇതൊന്ന് മൂപ്പിച്ചരാമോ, ഇത്തിരി എരിവിട്ട് മൂപ്പിച്ചരാമോ? ഓക്കെ ഗൈസ്, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. ഈവൻ ഐ ഹാവ് ആൻഡ് യു ഹാവ് ആൻഡ് എവ്രി വൺ ഹാസ് ദാറ്റ്. അപ്പോൾ അത് കഴിക്കുന്ന ഒരു സർക്കിൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ ഒരു 10 പേര് അല്ലെങ്കിൽ 3 പേര്, അതിൽ ഒരാണെങ്കിലും, എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ എങ്കിൽ പോലും, ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഒരുമിച്ച് കൂടി നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ പോലും അതിനകത്തൊരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം എന്നുള്ളൊരു തിങ് ഉണ്ടാവും. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ പറയാം, എടാ ഞാൻ ഇന്ന പോലെയാണ്, ഞാൻ വെള്ളപിടി നിർത്തുകയാണ്, പക്ഷെ അതെനിക്ക്
എങ്ങനെയാണെന്ന് അറിയത്തില്ല, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഇങ്ങനെ കഴിക്കാൻ പറ്റുമ്പോൾ നീ എന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യണം, നീ എന്നെ ഒന്ന് നിനക്ക് മനസ്സിലായി പറഞ്ഞ കാര്യമാണ്. നീ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിപ്പോടാ ഞാൻ നിർത്തുകയാണ്, അപ്പൊ ഞാൻ എനിക്ക് കഴിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടായാൽ നീ എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അവർ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ ഫാമിലി, അവർക്ക് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്കാണോ ഒരു വീഡിയോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ ഫാമിലി ഓർ ഇറ്റ് മേ ബി യുവർ ഫ്രണ്ട്, ആരായാലും ഇഫ് ഹി ഈസ് എ ജെന്യുവൻ ഗായ്, നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം മദ്യപാനം എന്നെ മോശപ്പെട്ട രീതിയിലൊന്നും എത്തിച്ചിട്ടില്ല, എനിക്ക് ഹെൽത്ത് ഒന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ മദ്യം എന്ന് പറയുന്ന സാധനം സൊസൈറ്റിക്ക് ആവശ്യമില്ല എന്നുള്ള തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടുത്ത പോയിന്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ഡ്രിങ്കിങ് ആൽക്കഹോൾ. അപ്പോൾ ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഗെയിംസ്, ഈവൻ നമ്മുടെ ബാറിലായാലും ഒരു ക്ലബിലായാലും നമ്മളിപ്പോ ഒരു ഗെയിംസ് കളിക്കുക, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു പക്ഷെ നമുക്കൊരു ആക്ടിവിറ്റി എന്നോണം നമ്മൾ മദ്യപിക്കും, ഒരു ബിയർ എങ്കിലും കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ ആൽക്കഹോൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യുക. മേ ബി എ നോൺ ആൽക്കഹോളിക് ക്ലബ്, അങ്ങനെയുള്ള സോബർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ററാക്ട് ചെയ്യുക. ഇപ്പൊ മോസ്റ്റ് പ്രോബ്ലി എല്ലാ ക്ലബുകളിലും മദ്യം അവൈലബിൾ ആണ്. പക്ഷെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങനെയുള്ള ഏരിയാസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻഗേജ്മെന്റ്സ് നിങ്ങൾ കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് ഏകദേശം ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോ നിർത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യമാണെങ്കിൽ നമ്മൾ അത് ഇല്ലാത്തൊരു സ്ഥലങ്ങൾ മാത്രം പ്രിഫർ ചെയ്യുക. നമ്മളിപ്പോ സ്ഥിരമായിട്ട് ക്ലബിൽ പോയിരുന്ന ഒരാളാണ്, ക്ലബിൽ പോയിരുന്നു, ക്ലബിൽ നമ്മൾ ചീട്ട് കളിക്കും, അല്ലെങ്കിൽ പൂള് കളിക്കും, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എല്ലാവരും കഴിക്കുന്ന പോലെ ബിയറോ എല്ലാം കഴിക്കും. അപ്പോൾ നമുക്കറിയാം അവിടെ അത് ലഭ്യമാണ്. സോ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് നിർത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേ ആർ അണ്ടർസ്റ്റുഡ്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. സോ ഡു ദാറ്റ് ആൻഡ് യു വിൽ ഫുൾഫിൽ യുവർ ഗോൾ. നല്ല മൂപ്പിച്ച, ഞാൻ ജോമോനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു, നമ്മുടെ ലൈവിൽ പറഞ്ഞ പോലെ നല്ല മൂപ്പിച്ച് എരിവും പുളിയും എല്ലാം കൂടി ഇട്ടുകൊണ്ട് നല്ല പോപ്കോൺ അടിപൊളിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചെങ്കിൽ, നമുക്ക് തെറ്റ് സംഭവിക്കും, തെറ്റല്ല ആക്ച്വലി, പരാജയം ഉണ്ടാകും, ഫെയിലിയർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തോറ്റുപോയെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ തളരാൻ പാടില്ല. വീണ്ടും വീണ്ടും പ്രയത്നിക്കുക. നിങ്ങളുടെ തെറ്റുകൾ എവിടെയാണ്, നിങ്ങളുടെ പരാജയം എവിടെയാണ് നിങ്ങൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും മുന്നേറുക. ആ ഒരു പ്രയത്നത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മദ്യപാനം, അതായത് മദ്യത്തിൽ അടിമയായി അല്ലെങ്കിൽ മദ്യം ടേസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് മദ്യപാനം നിർത്തുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഹാർഡസ്റ്റ് ടാസ്ക് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കാരണം ഞാനങ്ങനെ അടിമയായിട്ട് ഞാനങ്ങനെ നിർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയൊന്നുമില്ല, ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഫ്ലേവേർഡ് വാട്ടറിന്റെ രൂപത്തിലാണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഏതൊരു കഠിനമായിട്ടുള്ള കാര്യമായാലും നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ചോയ്സിൽ നമ്മളത് സക്സീഡ് ചെയ്തില്ല, ഒരിക്കലുമില്ല. അല്ല, ചിലപ്പോൾ ലക്ക് ഉണ്ടാവണം, അവരത്രയും ബ്രില്യന്റ് ആയിരുന്നു. ഈവൻ ഇഫ് യു ആർ സോ ബ്രില്യന്റ് യു വോണ്ട് ബി അച്ചീവിങ് സംതിങ് വിച്ച് ഈസ് മച്ച് മച്ച് ഹാർഡ്. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മൾ തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പരാജയങ്ങളുണ്ട്. സോ അതെല്ലാം സഹിച്ചു വേണം നമ്മൾ മുന്നേറാനായിട്ട്. കാരണം നമ്മളിപ്പോ തോറ്റുപോകും, നമ്മൾ തോറ്റുപോയോ, ഞാൻ തോറ്റുപോയി, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് മുട്ടുമടക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തിൽ പോലും സക്സീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏതൊരു തോൽവിയുടെ പുറകിലും ഒരു വിജയം ഉണ്ടാകും, അതേപോലെ തന്നെ ഒരു വിജയത്തിന്റെ പുറകിൽ തോൽവി ഉണ്ടാകും. അതെല്ലാം മനസ്സിലാക്കി അത്രയും മനസ്സ് ചങ്കുറപ്പോടെ നിന്ന് കഴിഞ്ഞാൽ യു വിൽ സക്സീഡ്. അതാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ, ഈ ഒരു കണ്ടന്റ് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നു.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പുതിയൊരു ബ്രാൻഡ് ഒന്നും നമ്മുടെ പഴയ ശൈലിയൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായി കാണാം. MDTV will be rolling on forever. So good night and the final cheers of the night. അടുത്ത വീഡിയോ കാണാം മക്കളെ.